ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. നെത്തോലിയും കൊഞ്ചുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നെത്തോലി പീര വയ്ക്കാമെന്നും കരുതി, പിന്നെ കൊഞ്ച് നമുക്കിന്ന് കറി വയ്ക്കാം. അപ്പം നമുക്ക് നോക്കിയാലോ. നെത്തോലി ഇന്നലെ രാത്രിയിലാണ് മീൻ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ രാത്രി തന്നെ നെത്തോലിയും കൊഞ്ചുമൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ രാവിലെ അതിൽ നിന്ന് കുറച്ച് നെത്തോലി എടുത്തിട്ടുണ്ട് മീൻ പീര വയ്ക്കാൻ വേണ്ടി. വൃത്തിയാക്കിയ നെത്തോലി മൺചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ഒരു പകുതി തക്കാളി അരിഞ്ഞതും 2 പച്ചമുളകോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അരപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടിയേ ഇട്ടിട്ടുള്ളൂ. മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി കറിവേപ്പിലയും 2-3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി, ഒരല്ലി വെളുത്തുള്ളിയും കൂടെ മിക്സിയിൽ നന്നായി ചതച്ചെടുത്തതാണ്. അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പുളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന നമ്മുടെ അരപ്പൊടി ഇട്ട് ഇളക്കി മീൻ വേവാൻ ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. തോർത്തിയെടുക്കാനാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. പിന്നെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തന്നെ നമ്മുടെ നെത്തോലി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അടച്ചു വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് മീനും വേവും എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഒന്ന് പീരയായിട്ടാണ് എടുക്കുന്നത്, മീൻ പീരയാണ് വയ്ക്കുന്നത്. അപ്പോൾ തൻ്റെ വെള്ളമൊക്കെ ഒരുവിധമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം. വേണ്ടെങ്കിൽ ചേർക്കേണ്ട, വെളിച്ചെണ്ണ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, തേങ്ങയൊക്കെ ആണല്ലോ. ഇഷ്ടമുള്ളവർ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ നമ്മുടെ മീനൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കൊഞ്ച് കറിയാണ് വയ്ക്കുന്നത്. ഇത്തിരി ഉള്ളിയൊക്കെ ചേർത്ത് ഒരു ഗ്രേവി പോലെ. അപ്പം താണ്ടെ ഞാൻ കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്കിനി കറിക്കുള്ള ഗ്രേവി തയ്യാറാക്കിയാലോ. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് മൂപ്പിച്ച്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് ആവശ്യത്തിന് സവാളയും ചേർത്ത് ഒന്ന് വഴറ്റാൻ വെച്ചു. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായി പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ എന്താണ്ട് കൊഞ്ച് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കൊഞ്ച് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, കറിയിലിടാനായതുകൊണ്ട് ഒരു ശാലോ ഫ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കൊഞ്ചൊക്കെ ദാണ്ട് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത്രയും മതി, ഒരുപാട് അങ്ങ് റബ്ബർ പോലെ ആയി പോകരുത്. അതുകൊണ്ട് ഒരു പാതി വേവിച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒന്ന് മുരിഞ്ഞ് വരണം നമ്മുടെ കൊഞ്ച്, അത്ര മാത്രം. അപ്പോൾ ദാണ്ട് ഇവിടെ കറിയും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൊഞ്ച് വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചൂടെ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കൊരു തിള വരാനും കൂടെ വെയിറ്റ് ചെയ്യാം. ഒന്ന് കൊഞ്ചിനകത്തേക്ക് മസാലയുടെയൊക്കെ ഇതൊന്ന് പിടിച്ചോട്ടെ, അതുവരെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കൊഞ്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ കൊഞ്ച് കറി. ഇന്ന് ഫ്രൈ ആണല്ലോ ചെയ്യുന്നത്, ഇന്ന് ഇത്തിരി ഗ്രേവിയാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ കൊഞ്ച് കറി ഇവിടെ റെഡിയാണ്. ഇനി നെത്തോലി ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിനുള്ള മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് നന്നായി പുരട്ടി ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. താണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഞാൻ മീനെല്ലാം പെരക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇത്തിരി വെളുത്തുള്ളി ചതച്ചതും കൂടെ കൊഞ്ചിൽ നമ്മുടെ നെത്തോലിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊഞ്ചല്ല, നെത്തോലിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ ആ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ നെത്തോലിയിൽ കാണാം. നല്ല സൂപ്പർ ടേസ്റ്റിയായി നെത്തോലി ഫ്രൈ. ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ട് ഫ്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ നെത്തോലി ഫ്രൈക്ക്. സൂപ്പർ ടേസ്റ്റിയായി നമ്മുടെ നെത്തോലി ഫ്രൈ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികളൊക്കെ റെഡിയാണ്. പിന്നെ നമ്മൾ രാവിലെ ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മതിയല്ലോ നമ്മുടെ ഉച്ചയൂണിന്. അപ്പം നമുക്കത് പാത്രത്തിലേക്ക് വിളമ്പിയാലോ. ഇന്നത്തെ പാത്രം ഞാൻ മാറ്റിയിട്ടുണ്ട്. നേരത്തെ എടുത്ത പാത്രം തന്നെയാണ്. വീണ്ടും ഞാൻ ഇന്ന് ആ പാത്രത്തിലേക്കാണ് വിളമ്പുന്നത്. അപ്പം പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് വെച്ച മീൻ പീരയല്ല വെക്കുന്നത്, ആദ്യമേ നമ്മുടെ ക്യാബേജ് തോരനാണ് വെച്ച് കൊടുക്കുന്നത്. ഇന്ന് രാവിലെ മോന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചതാണ് ക്യാബേജ് തോരൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല. സാധാരണ ക്യാബേജൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ ഇട്ടെടുത്തതാണ് നമ്മുടെ ക്യാബേജ് തോരൻ. പിന്നെ ആവശ്യത്തിന് മീൻ പീര വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നെത്തോലി ഫ്രൈ, പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലൊരു കോമ്പിനേഷനായിട്ട് ഇത്തിരി സവാള അരിഞ്ഞത് ഞാൻ വെച്ചിട്ടുണ്ട്. മീൻ ഫ്രൈ ഒക്കെ ഉള്ളപ്പോൾ ഇത്തിരി സവാള എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഇത്തിരി സവാള അരിഞ്ഞതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാത്രത്തിനകത്ത് കറി വെക്കാനുള്ള ഒരുപാട്
ട്രേ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇത്തിരിയൊക്കെ നിറയ്ക്കാൻ വേണ്ടി ഞാൻ സവാളയും കൂടെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കൊഞ്ച് കറിയും കൂടെ വെച്ചാൽ ഇന്നത്തെ ഉച്ചയൂണ് റെഡിയാണ്. കൊഞ്ച് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ, കറിയായിട്ട് വെച്ചതാണ്. പക്ഷേ ചട്ടിയിലിരുന്ന് വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വറുത്തിട്ട് ഇങ്ങനെ കറി വെച്ചപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കൊഞ്ച് കറിക്ക്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ടാറ്റ.